നിനക്ക് വേദനിച്ചു? സോറി. അത് എന്നോടല്ല പറയേണ്ടത്, വേറൊരാളോടാ പറയേണ്ടത്. എന്റെ ബേബിക്കാണ് വേദനിച്ച. സോറി. എന്റെ കുഞ്ഞ് മര്യാദക്ക് ഇരിക്കടാ. നിങ്ങൾ വന്ന് ശല്യപ്പെടുത്തുന്നില്ല കുഞ്ഞിന് കിക്കിയത്. രണ്ട് ബേബീസിനോട് ഞാൻ സോറി ചോദിക്കാം. സോറി. കുക്കി നിനക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ ആശുപത്രി പോവാം. അത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രിൻസസിനെ ഇഷ്ടപ്പെടാതിട്ടാണ് ചവിട്ടിയതാ. എന്റെ കുക്കിക്ക് വേദനിച്ചു. ഇവിടെ കിടന്ന് കൊച്ചു നാട്ടിച്ചെല്ലാം നോക്കും. അവൻ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി അമ്മ കിടന്ന് ഓടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പെട്ടെന്ന് അവൻ സ്കൂളിൽ പറഞ്ഞിടാൻ നോക്കും. നിന്റെ സ്വഭാവം അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്തില്ല. എന്തെങ്കിലും പറഞ്ഞു? അല്ല, മോനെ സ്കൂളിൽ പറഞ്ഞു വിടാമെന്ന് പറയുമായിരുന്നു. എന്റെ പൊന്നൊരിച്ചോടോ നിക്കവിടെ. സായാനോട് കിസ്സെല്ലാം ചോദിച്ചോളൂ. വെറും ചോദിച്ചിട്ടുണ്ടോ? എനിക്കൊരു പണിയുണ്ട്. സായ, നിനക്ക് പണ്ടത്തെ പോലെ ഒരു സ്നേഹവും ഇല്ല ഇപ്പൊ. എന്റെ പൊന്നിച്ച, ഇതിന്റെ പേര് പെണം കണ്ടവാ, ഞാൻ തരാം. സായ, നീ എന്താ ഇങ്ങനെ നോക്കുന്ന? ഡോറും ചവിടാതെ നിൽക്കുന്ന നോക്കും. ഇവനെന്താ ഇവിടെ ചെയ്യുന്നേട്ടാ? നിനക്ക് സ്കൂളിൽ നമ്മോട് ഇവിടെ ചുറ്റും നടക്കണോ നീ? മോനെ രക്ഷൂട്ടാ, ഇവിടെ നിന്ന കാര്യം നീ ആരോടും പറയല്ല. നിങ്ങൾ ഐസ്ക്രീം വാങ്ങി തരണം. നിനക്കെന്താടിയാ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. പിന്നെ അത് ശരിയാണ്. അമ്മയെടുക്കത്തൂട്ടനെ പറഞ്ഞു വിടാൻ ഈസിയാ. അവള് സ്കൂളിലോട്ട് പറഞ്ഞു വിടാനാ പാട്. അതെങ്ങനെ മൊത്തം കുത്ത കുമ്പളം മുളക്കില്ലല്ലോ. നിങ്ങളുടെ അത്തേ സംഭവം കുറിപ്പില്ല. പിന്നെ കിച്ചൂട്ടനെ എന്റെ കുഴപ്പമില്ല. നീ പറഞ്ഞത് കിച്ചൂട്ടന് നിന്റെ അത്തേ സ്വഭാവം. ആശ്രമത്ത് കുരുത്തക്കേടൊന്നുമില്ല. ആ ഒരു കാര്യം നമ്മളിപ്പോൾ ആദ്യം മോളെ സ്കൂളിൽ പറഞ്ഞിടാൻ പറ്റും. ഞാനവിടെ പോയി തപ്പിട്ട് സ്കൂളിൽ പറഞ്ഞിടാൻ. ആയിക്കോട്ടെ മാഡം. ഐസ്ക്രീം ബനാന നോക്കുമ്പോൾ പ്ലീസ്. ഓക്കെ, ഞാൻ പോയി മോളെ സ്കൂളിൽ പറഞ്ഞിട്ട് വരാം കേട്ടോ. ശരത് പിള്ളേരെ കാട്ടി കഷ്ടമാണെന്ന് വാങ്ങിക്കൂടത്തില്ല. ഞാൻ എൻ്റെ പേര് കിട്ടി. ഇനി ആദ്യപ്പെട്ട കുറിപ്പിടെ തപ്പട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പേര് എനിക്ക് കിട്ടും. എന്റെ പൊന്നരിച്ചോട്ട് അവിടെ നിൽക്കുന്നില്ല. തൊട്ടുവാ റിച്ചൂട്ട അങ്ങോട്ടൊക്കെ മോനെ ഓടിപ്പിക്കും. നമ്മൾ സ്കൂളിൽ പറഞ്ഞു വിടാൻ അമ്മ മോന്റെ പിന്നാലെ വരുന്നത്. എന്റെ പൊന്നു റിച്ചൂട്ട, നീ സ്കൂളിൽ പോയില്ലെങ്കിൽ നിന്റെ മമ്മികളൊന്നും അറിയുന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടും. എനിക്ക് കിട്ടും. അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരും നേരം സ്കൂളിൽ പോകുന്നതാണ്. അയ്യടാ വലിയ ദേഷ്യം. നീ ഇപ്പൊ ചെയ്യുന്ന മമ്മിയോട് പറയവിടെ സ്കൂളിൽ പോകുന്നില്ലെന്ന്. റിച്ചൂട്ടിനെ കിട്ടിയ ദേവൂസിനോട് അമ്മ ദേവൂസ് വേണ്ടേ? ദേവൂസെ മോളെ എന്ത് പറ്റിയടാ? ഇന്ന് മോൾ സ്കൂളിൽ പോക്കോ, നാളെ പോകണ്ട. അമ്മ എനിക്ക് മുളം വെച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്കൂ. ദേവൂസെ നാളെ നീ സ്കൂളിൽ പോകും. രണ്ടായിരത്തി കുറെ നേരമായി. കെവിനെ കുക്കി എന്തേ? കുക്കി മുറി റെസ്റ്റ് എടുക്കാമോ? കെവിനെ തോണ്ട കുക്കി വരുന്നു. എന്റെ പൊന്നു കുക്കി നിനക്ക് മുറിങ്ങനെ ഇടുന്നാ പോരെ. അമ്മ എനിക്ക് മുറി എഴുതും. അടുത്ത നേരം മുറി കഴിക്കാൻ എനിക്കൊന്നും വയ്യ. ഓക്കെ, നീ ഫുഡെല്ലാം കഴിച്ചില്ല. നീ ഫുഡ് കഴിക്കണം. കുഞ്ഞാവൊക്കെ കുട്ടിക്ക് സ്കൂളിലൊന്നും പോകുന്നില്ലേ? ചേട്ടാ, സ്കൂളിൽ പോകേണ്ട ഒരാവശ്യമില്ല. അതെന്താ? 5 ദിവസത്തേക്ക് സ്കൂൾ അവധിയാ. ഇനി 5 ദിവസത്തേക്ക് വീട് പൂരപ്പുറമ്പാവും. ചേച്ചി കിച്ചൂട്ടൻ എന്തേ? എന്റെ പൊന്ന് സായ, അന്ന് പേടിക്കണ. കിച്ചൂട്ടൻ നോണ്ട നിൽക്കുന്നു. കിച്ചൂട്ട, മോൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. മോന് വിശക്കുന്നുണ്ട്. ഫുഡ് എടുക്കട്ടെ?
കളിക്കാനൊക്കെ പൊക്കോ, കളിച്ചതിന് ശേഷം ഒന്ന് ഫുഡ് കഴിച്ചണം. ദിവസം നിനക്ക് ഫുഡ് എടുക്കട്ടെ? ഓക്കെ, രണ്ടുപേരും കളിച്ചതിന് ശേഷം ഒന്ന് ഫുഡ് കഴിച്ചോണം. റിച്ചൂട്ട, നീ കളിക്കാൻ പോവാണോ അതോ ഫുഡ് കഴിക്കുന്നോ? അതന്നെ എനിക്കൊരു ഡൗട്ട്. നീ ഡൗട്ട് എന്ന് എനിക്ക് മനസ്സിലായി. ചുറ്റും വിളിച്ചപ്പോൾ നാണുന്നുണ്ട് സംതിങ് ഫിഷി. അതെ, ഇതേ ഡൗട്ടാണ് മനസ്സിലുണ്ടായിരുന്നത്. കൊച്ചുകളെ കണ്ടുപിടിച്ചു. അതെ, രണ്ടിന്റെ സീഡിപ്പിന് വേണ്ടിയില്ല, ജോലിക്ക് പോവാവോ? ആ അമ്മ പോവാ. അല്ല, നമ്മുടെ പുതിയ ന്യൂ കപ്പിൾസ് എപ്പോഴാണ് വരുന്നത്? എനിക്കറിയാം, നീ ഇവിടെ ക്രിസ്റ്റോട് ചോദിച്ചേക്ക്. ക്രിസ്റ്റി ചേട്ടാ, അവരിനി എപ്പോഴാ വരുന്നത്? അവര് നാടാൻ വിട്ടുന്നാള് വരുന്ന നാം വിളിച്ചാ പറഞ്ഞത്. അമ്മ, എന്റെ 3 കുഞ്ഞുങ്ങൾ എന്ത് അമ്മ? എന്റെ പൊന്നു നോക്കി ടെൻഷൻ അടിക്കാണ്ട്, അവർ 3 രോഗങ്ങളാണ്. അമ്മ ഞാൻ നോക്കിട്ട് വരാം, മനുഷ്യമായിട്ട്. ചായ, നമ്മുടെ 3 കുഞ്ഞുങ്ങളെ എന്ത് ക്യൂട്ടാ. ഞാൻ ക്യൂട്ടല്ല, എന്റെ മക്കളും ക്യൂട്ടല്ലേ? മമ്മിയുടെ ബേബി എഴുന്നേച്ചോ? മമ്മിയുടെ ക്യൂട്ടിയാ. ചായ, ബാക്കിയുടെ കൂടെ നിർത്തേ. ഡാഡിയുടെ പ്രിൻസ് എഴുന്നേച്ചോ? ചായ, എന്ത് ക്യൂട്ടാണ് നമ്മുടെ 3 ബേബീസ് അല്ലേ? ചായ, നിങ്ങളൊന്ന് എങ്ങനെയാണ് നോക്കുന്നത്? അല്ല, നമ്മുടെ ബേബീസ് ക്യൂട്ടെന്നല്ലേ പറഞ്ഞ. അപ്പൊ നമ്മുടെ പ്രിൻസസും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അയ്യടാ, ആ ഉദ്ദേശം മനസ്സിൽ തന്നെ വെച്ചാൽ മതി. എന്തോ കുക്കിയോ, ഒന്ന് ആലോചിച്ചൂടെ? ശരി, ആലോചിക്കാം. ശരിക്കും? ആ, ആലോചിക്കട്ടെ. എന്നാ എന്റെ പൊന്നേരി ഹബി, നമ്മുടെ മക്കളുടെ കാര്യം നോക്കിക്കാം.